Dear students, welcome to the Managerial Economics class. കഴിഞ്ഞ ദിവസം നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സും അതിൻ്റെ ഫീച്ചേഴ്സും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക് തിയറീസിനെ എന്തിലേക്ക് ഇടുക, ബിസിനസ്സിൻ്റെ പ്രാക്ടീസ്, അതായത് ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതാണ് എന്ത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് എ പ്രാക്ടിക്കലാണ്, പ്രാഗ്മാറ്റിക് ആണ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, നോർമേറ്റീവ് സയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. ജോൾ ഡീൻ ആണ് എന്ത് നോൺ ആസ് ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സും ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സും ആരാന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ടുഡേ വി ഡിസ്കസ് അബൌട്ട് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. സ്കോപ്പ് എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിനെ കൊണ്ട് ചെയ്യുന്നത്, ഇതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഡിമാൻഡ് അനാലിസിസ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, പ്രൈസിംഗ് പോളിസീസ്, സ്റ്റഡി ഓഫ് മാർക്കറ്റ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ബിസിനസ് സൈക്കിൾസ്. ഇത്രയാണ് നമ്മൾ സ്കോപ്പിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ്? ഡിമാൻഡ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ദ വില്ലിങ്നെസ് ടു ബൈ, നമ്മൾ എന്തോ ഒരു സാധനം വാങ്ങാനുള്ള വില്ലിങ്നെസ് ആണ് എന്ത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഡിമാൻഡ്. ഫോർ അനലൈസിങ് ഡിമാൻഡ് ദ മാനേജ്മെൻറ്റ് അപ്ലൈസ് ഡിമാൻഡ് തിയറി. ദ ഡിമാൻഡ് തിയറി എക്സ്പ്ലെയിൻസ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ഡിമാൻഡ് തിയറി ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഹിസ് പ്രൊഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ്. ഇപ്പോൾ ഒരു ബിസിനസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ആളുകളുടെ ഡിമാൻഡ് നോക്കിയിട്ടാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മീൻസ് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് വേണം നമുക്ക് എന്തുണ്ടാക്കാൻ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെറുതെ പ്രോഡക്റ്റ് അങ്ങ് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് നോക്കണം ആദ്യം, ആ പ്രോഡക്റ്റ് ആളുകൾക്ക് ആവശ്യമുള്ളതാണോ അതാദ്യം നോക്കണം. വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആരുണ്ടാവണം, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മളെ പ്രോഡക്റ്റിന് ഡിമാൻഡ് വേണം, ആളുകൾ വാങ്ങണം. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡിമാൻഡ് തിയറി, എക്കണോമിക്സിൽ പഠിക്കുന്നതാണ് എന്ത് ഡിമാൻഡ് തിയറി. അപ്പോൾ ആ ഡിമാൻഡ് തിയറിയിൽ പറയുന്നുണ്ട് എന്ത് ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയാണ്. അപ്പോൾ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് പ്രോഡക്റ്റ് വാങ്ങുന്നത്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകും, ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ടാകും, ഓർമ്മയുണ്ടാവും. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്, അല്ലേ? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കിലോ വാങ്ങാൻ പോയ സ്ഥലത്ത് നിന്ന് പ്രൈസ് കൂടി എന്ന് പറയുമ്പോൾ എന്താവും, നമ്മളൊരു 3 കിലോയിലേക്ക് കുറയ്ക്കും. മീൻസ് ഡിമാൻഡ് കുറഞ്ഞു. നേരെ തിരിച്ചും പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കൂടുതൽ വാങ്ങിക്കും. പ്രൈസ് കുറവാണ്, സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വാങ്ങി വെക്കാം. ചിന്തിക്കുന്നില്ല. അപ്പോൾ ഡിമാൻഡ് തിയറിയും ലോ ഓഫ് ഡിമാൻഡും ഒക്കെ എന്തിൽ പറയുന്നത്, എക്കണോമിക്സിൽ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തിൽ ഹെൽപ്ഫുള്ളാണ്, ബിസിനസ്സിൽ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്തിൽ മനസ്സിലാവും, ഈ ഡിമാൻഡ് തിയറിയിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. Theory of production and cost analysis are useful. Theory of production is also known as theory of firm. It explains the various factors which causes variation in cost. Cost analysis is useful for profit planning, cost control, etc. അപ്പോൾ എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ചിലവിനെയാണ് എന്ത് പറയുക, കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ കോസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, നമുക്കിപ്പോൾ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി, അപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം, വെളിച്ചെണ്ണ വേണം, കാസ്റ്റിക് സോഡ വേണം, ദെൻ ഫ്രാഗ്രൻസ്, നമുക്ക് നല്ല സ്മെല്ല് വേണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം. ഇതൊന്നും പോരാ, ഇതുണ്ടാക്കാൻ മെഷീനറി വേണം, ലേബേഴ്സ് വേണം.
വേണമല്ലോ. അപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് രൂപ എന്താണ് ചിലവാണ് അല്ലേ. അതായത് നമ്മൾ കമ്പനി ഇപ്പോൾ വാടക എടുക്കുന്ന കെട്ടിടത്തിനാണ് നമ്മൾ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ വരും ഒരു പ്രൈസിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോസ്റ്റാണ് അല്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാകുന്ന ചിലവിനെയാണ് എന്ത് പറയുക, കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, പ്രൊഡക്ഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി എവിടെയുണ്ട്, എക്കണോമിക്സിലുണ്ട്. അപ്പോൾ ആ തിയറിയിലൂടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും എന്ത്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എന്ത് ചെയ്യുക, മാക്സിമം പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അതാണ് പ്രൊഡക്ഷൻ തിയറി പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ തിയറി നമുക്ക് എവിടെ ഹെൽപ്ഫുള്ളാണ്, ഇവിടെ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, പ്രൈസിങ് പോളിസീസ്. Pricing is the process of fixing price of a product. The success of or failure depends upon the correct pricing. Price theory includes price determination under different types of market conditions, pricing methods, price forecasting, etc. അപ്പോൾ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുക, എന്തൊക്കെ നോക്കും പറ. മീൻസ് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം, ആ പ്രോഡക്റ്റിന് ചിലവായ പൈസ അല്ലേ. ആ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ചിലവായി. ഇപ്പോൾ 10 രൂപ ചിലവായി എന്ന് വിചാരിക്കുക, ഒരു സോപ്പിന് 10 രൂപ ചിലവായി. അപ്പോൾ 10 രൂപയാണോ നമ്മൾ പ്രൈസായിട്ട് ഇടുക, ആണ്. നമുക്ക് ചിലവായെന്ന് മാത്രം കിട്ടിയാൽ മതിയോ, പോരാ. നമുക്ക് എന്തും കൂടെ വേണം, പ്ലസ് ഒരു പ്രോഫിറ്റും കൂടെ വേണം. അപ്പോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക അല്ലേ. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പലതരം പോളിസീസ് വേറെ ഉണ്ട്. നമ്മൾ നോർമലി പ്രൈസ് ഫിക്സ് ചെയ്യുക എങ്ങനെയാണ്, ഇങ്ങനെയാണ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് എന്ത്, പ്രൈസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൈസ് തിയറി നിങ്ങളുടെ എക്കണോമിക്സിലുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൈസിങ് പോളിസീസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിങ് പോളിസീസ് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. നെക്സ്റ്റ്, സ്റ്റഡി ഓഫ് മാർക്കറ്റ്. Markets are never constant. They go on changing. The manager should offer products only in the market where he will get maximum sales. അപ്പോൾ മാർക്കറ്റിനെ പറ്റി പഠിക്കുക. ഇപ്പോൾ ഏത് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോഡക്റ്റ് ചിലവാകുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഓരോ സ്ഥലം നോക്കുക. ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളാണോ കൂടുതൽ വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളാണോ, പോട്ടെ എല്ലാം പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ കോഴിക്കോട് ടൗണിലുള്ള ആളുകളാണോ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു മേപ്പേര് പോലത്തെ ഒരു വില്ലേജിൽ ഇവിടെയുള്ള ആളുകളാണോ നമ്മളെ പ്രോഡക്റ്റ് വാങ്ങുക. ഏത് മാർക്കറ്റിലാണ് നമ്മുടെ സാധനങ്ങൾ നമുക്ക് കൂടുതൽ വിറ്റ് പോകുന്നത്, നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുക, അവിടെയല്ലേ നമ്മൾ നോക്കുക. ഇപ്പം ഞാൻ ഒരു 100 പ്രോഡക്റ്റ് എൻ്റെത് ചിലവായത് കോഴിക്കോട് ടൗണിലുള്ള മാർക്കറ്റിൽ നിന്നാണ്. അവിടെ കൊണ്ടുവച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, എൻ്റെ പ്രോഡക്റ്റ് കുറേ സെയിൽ ചെയ്ത് പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക എങ്ങോട്ടായിരിക്കും, ആ മാർക്കറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റിനെ പഠിക്കണം. ഒരു മാർക്കറ്റിൽ എങ്ങനത്തെ കസ്റ്റമേഴ്സാണ് വരുന്നത്, അപ്പോൾ ആ മാർക്കറ്റിൽ എങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അവിടുത്തെ സാധനങ്ങൾ വിറ്റ് പോവുക അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കുക, എൻ്റെ സാധനങ്ങൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഞാൻ സെയിൽ ചെയ്യും അല്ലേ. അപ്പോൾ മാർക്കറ്റിനെ പറ്റി പഠിക്കുക. ഇനി പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. The main aim of business is to make profit, but profit is uncertain because future cost and revenues are uncertain. എപ്പോഴും എന്താണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ എയിം എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റ് നാളെ എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പോൾ ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ഈസ് അൺപ്രഡിക്റ്റബിൾ ആണ്. നാളെ എന്ത് സംഭവിക്കുന്നില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നാളത്തെ കോസ്റ്റും റവന്യൂ ഒരിക്കലും എന്താണ്, നമുക്ക് അൺസെർട്ടൈനാണ്. സെർട്ടൈൻ ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ഉണ്ടാക്കി ഇത്രയാണെന്ന് പറയാൻ എന്തായില്ല പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും എന്താണ്, അൺസെർട്ടൈനാണ്. അപ്പോൾ പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നെക്സ്റ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. Capital is the foundation of business. Capital is a scarce factor. Its efficient allocation and management is one of the most important tasks of the managers. The manager has to choose most profitable investment projects. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കിലിടാം,
അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കടം കൊടുക്കാം, എന്ത് ചെയ്യാൻ, ഷെയർ മാർക്കറ്റിലിടാം. അപ്പോൾ ഞാൻ എന്തിൻ്റെ ബേസ് വെറുതെ അങ്ങ് കൊണ്ടുപോയിടാണോ ചെയ്യുക? അല്ല. മീൻസ് എൻ്റെ പ്രൈസ്, എൻ്റെ ക്യാഷ് ഞാൻ ഇടുമ്പോൾ എനിക്ക് റിട്ടേൺ കിട്ടുന്നത് നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ഇടുക അല്ലേ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ബിസിനസ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ പ്രോഫിറ്റ് മുഴുവൻ എന്ത് ചെയ്യണം? ഇപ്പോൾ കുറേ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ പ്രോഫിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ മാനേജർ എന്താ ചിന്തിക്കുക, ഈ പ്രോഫിറ്റ്, ഈ ക്യാഷ് കൊണ്ട് എന്താ ചെയ്യുക? ഇത് വീണ്ടും ബിസിനസ്സിലേക്ക് ഇടണോ, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് വേറൊരു ബിസിനസ് വേറൊരു ബിസിനസ് തുടങ്ങണോ? മീൻസ് ബിസിനസ് വലുതാക്കണം. നമ്മളെ കോഴിക്കോട് ടൗണിൽ മാത്രമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ജില്ലയിലേക്കും കൂടെ പോകണോ? ഇങ്ങനെ ചിന്തിക്കുക. അതാണെന്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ പറയുക, കൂടുതൽ വലുതാക്കുക എന്നുള്ള മീനിങ്. അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചിന്തിക്കുക എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്നുണ്ടോ, നമ്മളെ ഇൻകം കൂടുന്നുണ്ടോ, ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻ്ററി ഷുഡ് ബി കെപ്റ്റ് അറ്റ് മിനിമം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു മച്ച് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോ. മീൻസ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഇൻവെൻ്ററി? സ്റ്റോക്ക് അല്ലേ, നമ്മളെ കയ്യിൽ സ്റ്റോക്കാണ്, നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ ഇൻവെൻ്ററി ഒരിക്കലും എന്താകാൻ പാടില്ല, കൂടാനും പാടില്ല, കുറയാനും പാടില്ല, മിനിമം ആയിരിക്കണം. വെറുതെ ഇങ്ങനെ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ 1000 എണ്ണത്തിൻ്റെ സാധനം വെറുതെ നമ്മൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? സ്റ്റോർ റൂമിന് റെൻറ്റ് കൊടുക്കാതല്ലാതെ നമുക്ക് അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനത്ത് നമുക്ക് 80 എണ്ണത്തിൻ്റെ സാധനമേ നമുക്കുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ അതിന് 100 എണ്ണത്തിന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ 20 എണ്ണം നമുക്ക് എന്താണ് അവിടെ ഇല്ലായ്മയാണ്, അതായത് ഷോർട്ടേജാണ്. അപ്പോൾ ആ ഷോർട്ടേജ് കൊണ്ട് നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഇൻവെൻ്ററി എങ്ങനെയായിരിക്കണം, മിനിമം ആയിരിക്കണം. അപ്പോൾ നല്ലൊരു ഗുഡ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൽ വരും. എത്ര നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറീസ്. ദേ ആർ ദ പാർട്ട് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് തിയറി. ലീനിയർ പ്രോഗ്രാമിങ്ങും ഗെയിം തിയറിയൊക്കെ ഇതിൻ്റെ ജസ്റ്റ് ഒരു പാർട്ട് എന്നുള്ളൊരു വരുന്നേ ഉള്ളൂ. ദെൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ കണ്ടീഷൻസ് ആർ എ പാർട്ട് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസും സോഷ്യൽ ഇഷ്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. ബിസിനസ് സൈക്കിൾ. Business cycle refers to regular fluctuations in economic activities in the country. The different phases of business cycle are depression, recovery, prosperity, boom and recession. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ 5 ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ. റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മൾ മെല്ലെ റിക്കവർ ചെയ്ത് വരുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നടന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു 2017-18 എന്ന് തോന്നുന്നു. നമ്മുടെ 1000-ൻ്റെയും 500-ൻ്റെ 1000-ൻ്റെ ഒക്കെ നോട്ട് പിൻവലിച്ചൊരു സമയമില്ലായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ എന്തായിപ്പോയി, ഡീമോണിറ്റൈസേഷൻ സംഭവിച്ചു. അതായത് നമുക്ക് കയ്യിൽ പണമില്ല, പക്ഷെ നമ്മളെ ബാങ്കിലുണ്ട്, നമ്മളെ കയ്യിൽ എന്ത് കിട്ടുന്നില്ല, പണം കിട്ടാത്ത അവസ്ഥ. ആ സമയത്ത് നമുക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല, സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണെന്ത്, ഒരു ഡിപ്രഷൻ പീരീഡിലായിരുന്നു ആ സമയത്ത് നമ്മളുള്ളത്. പിന്നെ നമുക്ക് നോട്ടുകളൊക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ എന്ത് ചെയ്തു, റിക്കവർ ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബിസിനസ് സൈക്കിൾ പോകുന്ന സൈക്കിളിൽ ഇത് നമ്മൾ പഠിക്കാനുണ്ട്, മുന്നോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന ക്ലാസ്സിൽ വരുന്നത്. ഇത് ഫുൾ എന്ത് ചെയ്യണം, ഇത് ഞാൻ അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ക്ലാസ്സിൽ ഉള്ളത്. ഇത് ഫുള്ള് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. എനിക്ക് പേഴ്സണലി ഓരോരുത്തരും എന്ത് ചെയ്യണം, ഈ നോട്ട് സെൻഡ് ചെയ്ത് തരണം. താങ്ക് യു.